ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പിന്റെ കേസിൽ ചില ആളുകളൊക്കെ സെക്കൻഡ് ചാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടും അതേ റിലേഷൻഷിപ്പ് അവർക്ക് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ തിരികെ വന്ന് അവരുടെ ഭാഗത്തുനിന്നും കാണുന്ന ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയി അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് എഗെയിൻ ആ റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോകുന്നത്. സോ തീർച്ചയായിട്ടും അവർ തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് റെഡ് ഫ്ലാഗ്സുകൾ പറയാം. ഒന്ന്, അവർ തിരികെ വന്നത് ജസ്റ്റ് ബോറിംഗ് ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. കാരണം അവർ ആ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടോ അല്ല തിരികെ വന്നിട്ടുള്ളത്. ജസ്റ്റ് അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു അല്ലെങ്കിൽ ബോറിംഗ് ഫീൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ അതൊരു റെഡ് ഫ്ലാഗ് ആണ്, തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത റെഡ് ഫ്ലാഗ് ആണ്. രണ്ട്, മിക്സഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവർ തിരികെ വന്നു പക്ഷെ ഒരു ദിവസം വളരെ സ്വീറ്റ് ആയിട്ടും വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ നിങ്ങളോട് പെരുമാറുന്നു, നെക്സ്റ്റ് ഡേ കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അതായത് ഒരു ദിവസം പറയുന്നു കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ വളരെയധികം സ്നേഹമുണ്ട്, വിട്ടു പോവില്ല എന്നൊക്കെ പറയുന്നു, നെക്സ്റ്റ് ഡേ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ മിക്സഡ് സിഗ്നൽസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ റെഡ് ഫ്ലാഗ്. അവർ തിരികെ വന്ന് ഈ ഒരു റെഡ് ഫ്ലാഗ് വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യരുത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. മൂന്ന്, സീറോ അക്കൗണ്ടബിലിറ്റി. അതായത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ എന്തായാലും ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. സോ ആ റീസൺ എന്താണോ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇൻ കേസ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമാണ് അല്ലെങ്കിൽ അവരാണ് ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി മിസ്ഡപ്പ് ആക്കിയതെന്ന് വിചാരിക്കുക. അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനി ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം എന്ന രീതിയിലൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊന്നും പറയാതെ പഴയതൊക്കെ മറന്നേക്ക് അല്ലെങ്കിൽ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം എന്ന രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി ഒരു കാര്യത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റെഡ് ഫ്ലാഗ് ആണിത്. കാരണം ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർ അതിന്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവർക്ക് കമ്മിറ്റ്മെന്റ് താല്പര്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതേസമയം അവർക്ക് ഇന്റിമേറ്റ് ആവാൻ താല്പര്യമുണ്ട്. അതായത് ഇന്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇടപഴകുന്നു, അതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഒരു ധൃതി കാണിക്കുന്നുണ്ട്. പക്ഷെ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നു, അത് സ്കിപ്പ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല, അല്ലെങ്കിൽ അവർ അതിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയി അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പറയാൻ സാധിക്കില്ല. സോ ഇത്തരത്തിൽ കമ്മിറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുകയും അതേസമയം ഇന്റിമസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത നെക്സ്റ്റ് ഒരു സൈൻ. ആൻഡ് ഫൈനലി, ലവ് ബോംബിംഗ് ചെയ്യുകയും പഴയ അതേ പാറ്റേൺ തന്നെ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന സമയത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്നു, അല്ലെങ്കിൽ നീ തന്നെയാണ് എൻ്റെ സോൾമേറ്റ്, ഇനി ഒരിക്കലും വിട്ടുപോവില്ല, അല്ലെങ്കിൽ ഇനി ഒരിക്കലും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം അടുപ്പത്തോടു കൂടി വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അതൊരു 1 വീക്ക് മാത്രമാണ്. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 3rd വീക്കൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും പഴയ അതേ കാര്യങ്ങൾ, സെയിം ഫൈറ്റ്, സെയിം ഡിസ്റെസ്പെക്ട്, അല്ലെങ്കിൽ എന്തിനാണോ റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ആയത് അതേ കാര്യങ്ങൾ തന്നെ, അതേ ബിഹേവിയർ തന്നെ എഗെയിൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലവ് ബോംബിംഗ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റെഡ് ഫ്ലാഗ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റെഡ് ഫ്ലാഗ്സ് അവർ തിരികെ വന്ന് അവരുടെ ഭാഗത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് സക്സസ് ആവാത്തത്. വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ച് മുന്നോട്ട് പോവേണ്ടി വരുന്നത്. സോ സെക്കൻഡ് ചാൻസ് പ്രൊവൈഡ് ചെയ്ത് വീണ്ടും ഇതേ റെഡ് ഫ്ലാഗ്സുകൾ കാണുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് നോക്കി കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്